ഹലോ എവരിവൺ, ഇന്നൊരു വീക്കെൻഡാണ്. ഞാനൊരു ഡ്രൈവായിട്ട് ഇറങ്ങിയതാണ്. വണ്ടി നമ്മുടെ മെഴ്സിഡീസിൻ്റെ പുതിയ GLC. നമ്മൾ ഏതാനും മാസം മുന്നെയാണ് ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഈ ഒരു വീഡിയോയിൽ. പകരം ഒരു റാൻഡം എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. റാൻഡം എപ്പിസോഡ്സ് സാധാരണ നമ്മളിടയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ പറയാറുണ്ട് കമൻസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. റാൻഡം എപ്പിസോഡിനേക്കാൾ പലപ്പോഴും അത് റാൻഡിങ് എപ്പിസോഡായിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുള്ള റാൻഡാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. GLCനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ആൻഡ് ദിസ് കാർ ഈസ് സെല്ലിംഗ് വെൽ. മെഴ്സിഡീസിന് അവരുടെ റീറ്റെയിൽ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു പുതിയൊരു മോഡൽ വന്നത് കാരണം അവർക്ക് ഡിസ്കൗണ്ട്സ് ഒന്നും കൊടുക്കാണ്ട് ഇപ്പോൾ വണ്ടി സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനുഫാക്ചർ വളരെ പ്രോഫിറ്റബിലിറ്റിയിലാണ്. പക്ഷേ നല്ല ഡിസ്കൗണ്ട്സ് ഇപ്പോൾ ഇൻഡസ്ട്രിയിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് അവരുടെ EV വണ്ടികൾക്ക് 1.2 lakhs വരെ കുറച്ചിട്ടുണ്ട്. MG അതുപോലെ 1 lakh, കോമറ്റും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 1.3 lakhs ഹെക്ടറും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ZS EV അവരൊരു ലോവർ പ്രൈസ്ഡ് വേരിയൻറ്റ് കൊണ്ടുവന്നു. 2.3 lakhs ഒക്കെ അതിന് ഡിസ്കൗണ്ട് ഉണ്ട്. ആൻഡ് സിട്രോയൻ്റെ അവരുടെ C3 എയർക്രോസും അവർ 1 lakh ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഏപ്രിൽ 30 വരെയും കണ്ടുള്ളൂ. പക്ഷേ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫോർ 8.99. ആ പ്രൈസിന് അത് നല്ലൊരു ഡീലാണ്. ആൻഡ് ദെൻ ദർ ഈസ് ജിംനി 12.74 ആയിരുന്നു ഒറിജിനലി എക്സ്-ഷോറൂം പ്രൈസ്. ഇപ്പോൾ 10.74 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 2 ലക്ഷം രൂപയോളം അവർ ഇപ്പോൾ വണ്ടിയും ഒരു ഡിസ്കൗണ്ട് പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഓൺ റോഡിൽ നിന്നാണ് കുറയ്ക്കുന്നതെന്ന് തോന്നുന്നു. ഒരു 2 lakhs ലാസ്റ്റ് ഫൈനൽ ഡിസ്കൗണ്ട് പോലെ കൊടുക്കുന്നത്. കഴിഞ്ഞ തവണ സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് 3 lakhs വരെ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഫുൾ പ്രൈസിൽ മേടിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇത്രയും ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹൗ വുഡ് യു ഫീൽ? കാരണം നമ്മൾ ഇനീഷ്യൽ കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ യു ആർ എക്സ്പെക്ടിങ് സംതിങ്. പലപ്പോഴും വണ്ടിയുടെ പ്രൈസ് തുടക്കത്തിൽ ഒരു ഇൻട്രോഡക്റ്റീവ് പ്രൈസിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ അത് കയറി പോകാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഇനീഷ്യലി പോയി മേടിക്കുമ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഇനീഷ്യലി മേടിച്ചവരൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ടാണ് പിന്നീട് ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നത്. പക്ഷേ ദർ ഈസ് നത്തിങ് യു ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഡോക്ടർ, ഒരു പ്രേംലാൽ. പുള്ളി 2 വണ്ടികൾ മേടിച്ചിട്ടുണ്ട്. ഒരു ഫോർച്യൂണറും ഒരു ജിംനിയും മേടിച്ചു. പുള്ളി പറയുന്നത് ഫോർച്യൂണർ മേടിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും 2 ലക്ഷം കൂടിയെന്ന് പറഞ്ഞു. മറ്റേ വണ്ടി മേടിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും 2 ലക്ഷം കുറഞ്ഞു എന്ന് പറഞ്ഞു. നെറ്റിൽ 0 ആണ്. പക്ഷേ എന്നാലും ആ ഒരു വണ്ടിയുടെ ഡിഫറൻസ് ആണ്. ലൈക്ക് ടൊയോട്ട മാരുതി ഇത്രയും പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിലും ഒരാളുടെ ലാഡർ ഫ്രെയിം SUV മേടിക്കുമ്പോൾ 2 ലക്ഷം കൂടുക, മറ്റേ ആളുടെ ലാഡർ ഫ്രെയിം SUV മേടിക്കുമ്പോൾ 2 ലക്ഷം കുറയുക. ഇതിപ്പോൾ ലോണൊക്കെ എടുത്ത് വണ്ടി മേടിച്ച ഒരാൾക്കെന്ന് പറയുമ്പോൾ നല്ല വിഷമം ഉണ്ടാവും. കാരണം ആ വണ്ടിയുടെ പിന്നീട് വില കുറച്ച 2 ലക്ഷത്തിനാണ് അയാൾ ഇപ്പോഴും EMI അടച്ചുകൊണ്ടിരിക്കുന്നത്. സോ യു ആർ പേയിങ് ഒരു 5,000 6,000 കൂടുതൽ അടയ്ക്കുന്നുണ്ടാവും എല്ലാ മാസവും EMI. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളാണ്. എന്നെ സ്ഥിരമായി വിളിക്കുന്ന ഒരാളുണ്ട്. പുള്ളി എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഇതാണ്, വിവേക് ജി നിങ്ങൾ മാരുതിനോട് പറയണം. കാരണം ഞാനൊക്കെ ഇനീഷ്യലി മേടിച്ചതാണ്, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് മാരുതി ഇത്രയും വില കുറച്ചു, ഞാനിപ്പോഴും ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ് ആ വണ്ടിക്ക്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അവരത് റീഫണ്ട് തരണം. കാരണം പണ്ട് എസ്-ക്രോസിന് ഇതുപോലൊരു പ്രൈസ് കട്ട് ഉണ്ടായപ്പോൾ മാരുതി അത് ഒരു ഗുഡ് വിൽ ജസ്റ്റർ എന്നുള്ള പോലെ അവർ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാരുതിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ അതുപോലെ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഓഫർ ചെയ്യും എന്നൊക്കെയാണ് പുള്ളിയുടെ മനസ്സിൽ അങ്ങനെയാണ് വിചാരം. അപ്പോൾ പുള്ളി പറയുന്നത് ഞാനത് ടേക്കപ്പ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ തിങ്ക് അബൌട്ട് ഇറ്റ്, നിങ്ങളിപ്പോൾ ഒരു ഫ്ലാറ്റ് മേടിച്ചു, കുറേ കാലം കഴിയുമ്പോൾ അവിടെ ഫ്ലാറ്റിന് വില കൂടി. അപ്പോൾ ആ കൂടുതൽ കിട്ടുന്ന പൈസ നിങ്ങൾ ബിൽഡർക്ക് കൊണ്ട് കൊടുക്കുമോ? ഇല്ല, ദാറ്റ്സ് യുവേഴ്സ് ടു കീപ് എന്ന് പറയുന്ന പോലെ തന്നെ കാറിന് വില കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മാത്രം പ്രശ്നമാണ്. മാനുഫാക്ചർക്ക് എപ്പോൾ വേണമെങ്കിലും പ്രൈസ് മാറ്റാം, സ്പെസിഫിക്കേഷൻ മാറ്റാം എന്നൊക്കെ ഉള്ളത് ഒരു ഫൈൻ പ്രിൻറ്റിൽ എല്ലാ ഇതിലും പറഞ്ഞിട്ടുണ്ട്. സോ പ്രൈസ് കുറയും നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. അത് മാർക്കറ്റിലെ ഡിമാൻഡൊക്കെ അനുസരിച്ച് പലപ്പോഴും ഇങ്ങനെ വേരി ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് യു ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഏത്തർ ഷോറൂം കണ്ടപ്പോഴാണ് കഴിഞ്ഞ ദിവസം അവരുടെ റിസ്റ്റ എന്ന് പറയുന്ന പുതിയ സ്കൂട്ടർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിച്ച് ഇസ് ലൈക്ക് ഒരു ഫാമിലി സ്കൂട്ടറാണ്. 450 കുറച്ചും കൂടി ഒരു സ്പോർട്ടി സ്കൂട്ടറാണെങ്കിൽ റിസ്റ്റ കുറച്ചും കൂടി ഒരു ഫാമിലി മാന് വേണ്ടിയിട്ടുള്ള വലിയ സീറ്റ്, കുറച്ചും കൂടി സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ടൊരു പ്രാക്ടിക്കൽ സ്കൂട്ടർ പോലെയാണ് അവർ കാണിച്ചത്. സീറ്റിൻ്റെ അടിയിൽ തന്നെ യു ഹാവ് അബൌട്ട് 34 liters ഓഫ് ബൂട്ട് സ്പേസ്. അതുകൂടാണ്ട് ഫ്രണ്ടിൽ തന്നെ വേറൊരു സ്റ്റോറേജും കൂടി ഉണ്ട്. പ്രൈസ് അറൗണ്ട് 1.09 lakhs നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 3 വേരിയൻസ് ഉണ്ട്. 2 2.9 kWh ബാറ്ററി പാക്കാണ്. ദെൻ ദർ ഈസ് ഓൾസോ എ ലോങ് റേഞ്ച് വേർഷൻ. 1.5 lakhs അടുത്ത് പ്രൈസിങ് ഉണ്ട് അതിന്. സ്കൂട്ടർ കാണാൻ കുറച്ച് പ്ലെയിൻ ആയിപ്പോയി. കാരണം നമ്മൾ ഏത്തറിൻ്റെ ഇന്നൊരു ഡിസൈൻ ഫ്ലെയറും കൂടി എക്സ്പെക്ട് ചെയ്യും. കാരണം 40 അവർ എന്തൊക്കെയോ കാണിച്ച് ഇത്രയും വർഷം മുന്നേ ഒരു സ്റ്റൈലിഷ് സ്കൂട്ടർ ഇറക്കി കഴിഞ്ഞപ്പോൾ യു എക്സ്പെക്ട് സം ഓഫ് ദാറ്റ്. നമ്മൾ ഈ ഒരു സ്കൂട്ടർ ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുറച്ചും കൂടി ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്കൂട്ടർ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുക. ഇത് കുറച്ചൊരു പ്ലെയിൻ ചെയിൻ ആണ്. ബട്ട് ഐ തിങ്ക് മാസ് മാർക്കറ്റിന് അതൊരു കുഴപ്പമുണ്ടാവില്ല. കാരണം ഒറിജിനൽ ആക്റ്റീവ, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, വലിയ സ്റ്റൈലിംഗ് ഒന്നുമില്ല. ഇപ്പോഴും ആക്റ്റീവ വലിയ സ്റ്റൈലിഷ് സ്കൂട്ടർ ഒന്നുമല്ല, ബട്ട് പീപ്പിൾ ആർ ബൈയിങ് ഇറ്റ്. അതുപോലെ ഇപ്പോൾ TVSൻ്റെ ഐക്യൂബായിട്ട് വളരെ സിമിലറാണ്. ആ ഫ്രണ്ട് എൻഡ് കണ്ടു കഴിഞ്ഞാൽ റോബോകോപ്പ് പോലത്തെ ഒരു സ്ലിം ആയിട്ടുള്ളൊരു LED ഹെഡ്ലൈറ്റും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്കെന്തോ അതിൻ്റെ പ്രപ്പോർഷൻസാണ് കുറച്ച് തെറ്റായിട്ട് തോന്നുന്നത്. കാരണം വലിയ സീറ്റും ബാക്കിലേക്ക് വലിയ ഓവർഹാങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഒരു ഔട്ട് ഓഫ് സിങ്ക് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ മേ ബി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. അതിൻ്റെ സീറ്റിൻ്റെ ഇടയിലുള്ള സ്റ്റോറേജ് ആക്ച്വലി ഒരു ബാഗ് പോലത്തെ ഒരു സംഭവമൊക്കെ കൊടുത്തതൊക്കെ കണ്ടാൽ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ ഇവർ ഇതിൻ്റെ ഒരു സ്മാർട്ട് ഹെൽമെറ്റ് എന്തോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ആൻഡ് ഹാർമൺ കാർഡൻ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഇന്നോവേഷനാണ്. എനിക്കിതിൽ ഏറ്റവും തമാശയായിട്ട് തോന്നുന്നത് ഈ സ്കൂട്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് സമയത്ത് ഇവരിതിനൊരു ഇന്റേണൽ കോഡ് നെയിം കൊടുത്തിരുന്നത് ഡീസൽ എന്നാണ്. അപ്പോൾ ഡീസലിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡീസൽ അടുത്ത് തന്നെ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് ഡീസൽ എന്നാണ് അവർ നമ്മളോട് പറയുമ്പോഴും ചെറുതായിട്ടൊക്കെ ഒന്ന് പറയുക. അപ്പോൾ എന്താണ് ഈ ഡീസൽ എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു ചോദ്യമായിരുന്നു. കാരണം ഇലക്ട്രിക് സ്കൂട്ടറാണ്, അതിന് ഡീസൽ എന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ.
അപ്പോൾ ഞാനിതെന്താണ് ഈ സ്കൂട്ടറിനെ ഡീസൽ എന്ന് വിളിക്കുന്നതെന്നുള്ള എൻ്റെ എത്രയുള്ളവർക്കാണ് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അതൊരു സീക്രട്ടാണ്, പക്ഷേ എന്നാലും പറഞ്ഞുതരാം. ഇതൊരു ഫാമിലി സ്കൂട്ടറാണല്ലോ. അപ്പോൾ ഈ ഫാമിലിയിൽ നിന്ന് ഏത് തരവും പറയുന്ന ആരാ? വിൻ ഡീസൽ. അങ്ങനെയാണ് ഡീസൽ എന്നുള്ള പേര് വരുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ആ കഥ സീക്രട്ടായിരിക്കുന്നതെന്ന് നല്ലതെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും ഡിസ്കൗണ്ടൊക്കെ കൊടുത്ത് വണ്ടിക്ക് വില കുറയുന്ന കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. പക്ഷേ വണ്ടിയുടെയൊക്കെ വില വളരെയധികം കൂട്ടിയ ഒരു മാനുഫാക്ചർ ഉണ്ട്, സ്കോഡ. അവർ സൂപ്പർബ് എടുത്തിട്ട് അതിന് കുറച്ചും കൂടിയും പ്രൈസ് കൂട്ടിയിട്ട് അവർ റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി പുതിയ സൂപ്പർബ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന പഴയ സൂപ്പർബ് തന്നെയാണ്, അത് അവർ റീലോഞ്ച് ചെയ്തേക്കാണ്. വില പണ്ടൊരു 32 ലക്ഷം രൂപ 35 ലക്ഷം രൂപയൊക്കെ ആയിരുന്നത് ഇപ്പോൾ വേഗം 54 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ നമുക്കൊരു 60-62 ലക്ഷം രൂപയ്ക്ക് ഒരു സൂപ്പർബ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അതിനുള്ള സമയം. ഓഡി A4 വില കൂടുതലും നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ സൂപ്പർബ് കിട്ടും. സൂപ്പർബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സൂപ്പർബ് വാല്യൂ ആയിരുന്നു എന്നുള്ളതാണ്. നോ ലോങ്ങർ ദ കേസ്. ഇപ്പോൾ ഈ വണ്ടികളെല്ലാം CBU ആയിട്ടാണ് വരുന്നത്, മുന്നേ CKD ആയിരുന്നു. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഈ വണ്ടി ഫേസ് ഔട്ട് ചെയ്തപ്പോൾ അവർ ആ പഴയ സ്റ്റോക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിൽ സെല് ചെയ്യുന്നതാണ്. നമ്മളിത് മുന്നേ കണ്ടിട്ടുണ്ട് ഒക്ടാവിയ RS 245 കാര്യത്തിൽ. അവരവിടെയുള്ള ഓൾഡ് സ്റ്റോക്ക് വണ്ടികളൊക്കെ നമുക്ക് ഇന്ത്യയിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. സോ സെയിം തിങ് അവരിവിടെ ചെയ്യുകയാണ്. എല്ലാം അവരുടെ ടോപ്പ് സ്പെക്ക് ആയിട്ടുള്ള LNKയിലാണ് വരുന്നത്. അഡാപ്റ്റീവ് സസ്പെൻഷനൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അതാണ് ആകെ ഒരു ഡിഫറൻസ്. പക്ഷേ ദ പ്രൈസ് പ്രീമിയം ഹാസ് മൂവ്ഡ് ഓൺ. പിന്നെ ആകെ 100 വണ്ടികളെ കൊണ്ടുവരുന്നുള്ളൂ. എന്നാലും അത്രയും വണ്ടി വിൽക്കാൻ വേണ്ടി അവർ കുറച്ചൊന്ന് വേർക്കും ഈ പ്രൈസിൽ, അതും ലാസ്റ്റ് ജനറേഷൻ. അപ്പോൾ നമ്മൾ ഭാവിയിൽ ഒരു റാൻഡം എപ്പിസോഡിൽ ഇന്നിപ്പോൾ നമ്മൾ പല വണ്ടികളുടെയും ഡിസ്കൗണ്ട് ഡിസ്കസ് ചെയ്ത പോലെ സ്കോഡ സൂപ്പർബിനെ പറ്റിയും അന്ന് സംസാരിക്കും എന്നുള്ളത് നമുക്ക് ഇന്ന് ഉറപ്പിച്ച് പറയാം. എനിക്ക് ഈ സ്കോഡ, ഫോക്സ് വാഗൻ പോലത്തെ കമ്പനികൾ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ ഇന്ത്യയിൽ കാണിക്കാത്തതിൽ വലിയ വിഷമമുണ്ട്. കാരണം ഇവർക്ക് ഇൻ്റർനാഷണലി വലിയൊരു പോർട്ട്ഫോളിയോ ഉണ്ട്. അതിൻ്റെ ഒരു അംശം പോലും നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ നമുക്ക് തരുന്നത് ആകെ MQB A0iN പ്ലാറ്റ്ഫോമിലുള്ള 2 പ്രോഡക്ട്സ്. അതാണ് മെയിൻ സ്ട്രീം. വല്ലപ്പോഴും ഒരു കോഡിയാക്കും ഒരു സൂപ്പർബൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നതല്ലാതെ ഇവർക്ക് എത്രയോ നല്ല പ്രോഡക്ട്സ് ഉണ്ട്. അതൊന്നും ഇന്ത്യക്കാർക്ക് അർഹതയില്ല എന്നുള്ള പോലെയാണ് അവർ വെച്ചേക്കുന്നത്. ഇപ്പോൾ തന്നെ ഒക്ടാവിയ RS പുറത്ത് ഇൻ്റർനാഷണലി ഇറങ്ങിയിട്ട് ഇത്രയും കാലമായി, ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിനെ പറ്റി ഇതുവരെ ആലോചിച്ചിട്ട് പോലും ഇല്ല. അതുപോലെ തന്നെ പോളോ, ഈ അടുത്ത് കുറച്ച് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഫോക്സ് വാഗൻ പോളോ തിരിച്ചു വരുന്നു എന്നുള്ളത്. അത് ഫോക്സ് വാഗൻ ഇന്ത്യ ഹെഡ് അവരുടെ റീസെൻ്റ് ആനുവൽ കോൺഫറൻസിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. ആ കോൺഫറൻസ് ഞാനും അറ്റൻഡ് ചെയ്താണ്. അതിൽ പോളോനെ പറ്റി ഒന്നും പറഞ്ഞില്ല. പോളോ പോലത്തെ ഒരു വണ്ടി കൊണ്ടുവരും, അത് SUV ഫോർമാറ്റിൽ നിന്നുള്ളതാണ്, വിച്ച് ഈസ് വാട്ട് വി ഹാവ്. നമുക്കിപ്പോൾ ടൈഗൂൺ സത്യം പറഞ്ഞാൽ റേസ്ഡ് പോളോ ആണ്. പക്ഷേ അപ്പോഴേക്കും എല്ലാ വെബ്സൈറ്റും സ്റ്റോറിയൊക്കെ അടിച്ചു കഴിഞ്ഞു പോളോ തിരിച്ചു വരികയാണെന്ന്. വില പോലും 0.99 ഒക്കെ ഇട്ടിട്ട് അവർ ഓരോരുത്തർ അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. എവിടെ നിന്ന് ഈ ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇതെല്ലാം അറ്റ് ദ മൊമെൻറ്റ് സ്പെക്കുലേഷൻസ് മാത്രമാണ്. കറൻറ്റ് ഫോക്സ് വാഗൻ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ടൈഗണും വേർട്ടസും മാത്രമേ ഉള്ളൂ. അത് ഒരു തരത്തിൽ വിഷമമാണ്. കാരണം ഒരു 10-15 കൊല്ലം മുന്നേ 2010 ഒക്കെ തുടക്കത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഫോക്സ് വാഗൻ റേഞ്ച് എന്ന് പറയുന്നത് യു ഹാഡ് ദ ഫേറ്റൺ, ടോറഗ് ഉണ്ടായിരുന്നു, പസാറ്റ് ഉണ്ടായിരുന്നു, ജെറ്റ് ഉണ്ടായിരുന്നു, പോളോ ഉണ്ടായിരുന്നു, ബീറ്റിൽ ഉണ്ടായിരുന്നു. ഇത്രയും വണ്ടികളിൽ നിന്ന് ചുരുങ്ങി ഇന്നിപ്പോൾ ഒരു വേർട്ടസും ഒരു ടൈഗണും മാത്രമായിട്ട് അവർ മാറി. അതിനൊരു 10,000 ട്രിംസും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. GT ഉണ്ട്, സ്പോർട്ട് ഉണ്ട്, എഡ്ജ് ഉണ്ട്, GT ലൈൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി പ്രസ് കോൺഫറൻസിന് പോയപ്പോൾ അവർ ടൈഗൺ ഇതുവരെ GT വേണമെന്നുണ്ടെങ്കിൽ യു ഹാഡ് ടു ബൈ ദ 1.5. ഇപ്പോൾ 1 ലിറ്ററിലും GT ട്രിം, GT ലൈൻ എന്നുള്ള രീതിയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരത് കുറച്ചും കൂടി ഒന്ന് ഡെമോക്രറ്റൈസ് ചെയ്തു. പണ്ട് നമുക്ക് GT വേണമെന്നുണ്ടെങ്കിൽ യു ഹാഡ് ടു ഗോ ഫോർ ദ ബിഗർ എഞ്ചിൻ. ഇപ്പോൾ GT എന്ന് പറയുന്നത് 1 ലിറ്ററിലും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഡൈല്യൂഷൻ വന്നിട്ടുണ്ട്. അത് എന്തൂസിയാസ്റ്റുകൾക്ക് എത്രത്തോളം ഫേവറബിൾ ആണെന്ന് അറിയില്ല. മേ ബി 1 ലിറ്റർ എഞ്ചിൻ വേണം, എന്നാൽ എനിക്ക് GT വേണം എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ടാവാം. ബട്ട് ആസ് ഫാർ ആസ് ഐ ക്യാൻ ടെൽ അതൊക്കെ വളരെ കോസ്മെറ്റിക് ആയിട്ടുള്ളൊരു ജോബാണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ എന്ത് ചെയ്ത് 1.5 നമ്മൾ 1 ലിറ്ററിൻ്റെ വീൽ കൊടുത്തു. ഈ വർഷം നമ്മൾ എന്ത് ചെയ്ത് ആ വീലുമ്പോൾ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു വെച്ചു. ഇതൊക്കെയാണ് നമ്മൾ ഫോക്സ് വാഗനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി ഡോണ്ട് വി ഡിസേർവ് ബെറ്റർ. നമുക്ക് ഈ ബ്രാൻഡ് അത്രത്തോളം ഇഷ്ടമാണ്. പക്ഷേ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വേറൊരു പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തത് MGയുടെ ആണ്. MG ഇന്ത്യ JSW സ്റ്റീൽസായിട്ട് സഹകരിച്ചിട്ട് ഒരു പുതിയൊരു ജോയിൻറ്റ് വെഞ്ചറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലൊക്കെ ഗവൺമെൻറ് നല്ല കൺട്രോൾ കൊണ്ടുവരുന്നതുകൊണ്ട് ഇവർക്കൊരു ഇന്ത്യൻ പാർട്ട്ണറായിട്ട് സഹകരിക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് വന്നപ്പോഴാണ് അങ്ങനൊരു അലയൻസിലേക്ക് പോയത്. JSW നമുക്കറിയാം സ്റ്റീൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പേരുകേട്ട കമ്പനികളിൽ ഒന്നാണ്, ടാറ്റ സ്റ്റീൽസൊക്കെ പോലെ. അപ്പോൾ JSWൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് പുറമെ അവർക്ക് ഇനിയിപ്പോൾ സ്വന്തമായിട്ട് ചീപ്പായിട്ട് സ്റ്റീലൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇനി നല്ല എളുപ്പത്തിൽ വണ്ടികളൊക്കെ പണിയാം. അപ്പോൾ ഈ പ്രസ് കോൺഫറൻസിൽ JSW ഇന്ത്യയുടെ MD സജൻ ജിന്ദാൾ സംസാരിച്ചിരുന്നു. അപ്പോൾ പുള്ളിക്ക് ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കാർ ഇൻഡസ്ട്രിയിൽ കാരണം ഒരു സ്വന്തമായിട്ട് കാർ ഉണ്ടാക്കണം എന്നുള്ളത്. അതിപ്പോൾ MG വഴി സാക്ഷീകരിച്ചു എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഓട്ടോ ഇൻഡസ്ട്രി ആയിട്ട് വലിയ കണക്ഷനൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുള്ള പുള്ളിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. കാരണം പുള്ളി ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ 3 മാസം കൂടുമ്പോൾ ഓരോ പുതിയ മോഡൽ ഇത് ഇറക്കും എന്നുള്ളതാണ്. അത് ഓട്ടോ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അറിയാതെ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത്. പക്ഷേ പുള്ളി അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. പിന്നെ പുള്ളി രണ്ടാമത് പറഞ്ഞത് നമ്മൾ മാരുതി ആവും എന്നുള്ളതാണ്. പുള്ളി പറയുന്നത് മാരുതി 50% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് MGയും അതേപോലെ ഒരു 50% മാർക്കറ്റ് ഷെയർ ഉള്ളൊരു കമ്പനിയായി മാറും, അറ്റ്ലീസ്റ്റ് ഇലക്ട്രിക് കാറിൻ്റെ കാര്യത്തിലെങ്കിലും. പിന്നെ പുള്ളി പറഞ്ഞു ഞാൻ MGയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് MGയുടെ കുറേ ടെക്നോളജിയാണ്. അതിൽ ഏറ്റവും പുതിയ ടെക്നോളജി എന്ന് പറയുന്നത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അടുത്ത കഥ പറയുന്നത്. പുള്ളി പറഞ്ഞു പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ടെക്നോളജി ഉണ്ട്.
അതായത് നമുക്ക് ഇലക്ട്രിക് കാർ പോലെ പ്ലഗിൽ കുത്തിയിട്ട് കുറച്ച് ചാർജ് ചെയ്ത് വേണമെങ്കിൽ ഓടിക്കാം. പിന്നെ നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് സാധാരണ കാർ പോലെയും കൊണ്ടുനടക്കാം എന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം വളരെ പുതിയൊരു ടെക്നോളജി എന്നുള്ള പോലെയാണ് പുള്ളി നമ്മളോട് പറയുന്നത്. ഇതൊക്കെ ആദ്യമായിട്ടാണ് പുള്ളി കേൾക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനവിടെ ഇരിക്കുന്ന MG ഒഫീഷ്യൽസിൻ്റെ മുഖത്തോട്ടൊക്കെ നോക്കി. അപ്പോൾ എല്ലാവരും മറ്റേ ഇതൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പുള്ളീനെ ഇതിൽ കൊണ്ടുവന്ന് ചാടിച്ചതെന്നൊക്കെ ഉള്ളവർ ഇരിപ്പുണ്ട്. പക്ഷേ ആളങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല. പുണ്യാളൻ അഗർബത്ത് ഈസ്റ്റിൽ ജയസൂര്യ പറയില്ല. അപ്പോൾ നിൻ്റെ വണ്ടിയുടെ പേര് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റുമെന്ന് പറഞ്ഞ പോലെ കമ്പനിയുടെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. JSW MG മോട്ടോർ ഇന്ത്യ എന്നാക്കിയിട്ടുണ്ട്. പുള്ളി പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് കാർസ് വരുമ്പോൾ ഉള്ളൊരു ഇക്കണോമിക് സെൻസിനെ പറ്റിയിട്ടാണ്. അതിപ്പോൾ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്. നമ്മുടെ രാജ്യം കുറേയധികം പെട്രോളിയം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി നമ്മുടെ കറൻസി കുറേയധികം പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഇലക്ട്രിക് കാർസിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് ആ പെട്രോളിയം വാങ്ങുന്നത് ഒഴിവാക്കാം. അപ്പോൾ അതുവഴി നമ്മുടെ കറൻസി പുറത്തേക്ക് പോകില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു ന്യായം. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇലക്ട്രിക് കാർസിനുള്ള ബാറ്ററി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഈ ബാറ്ററി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേയധികം പൈസ നമ്മൾ പുറത്തേക്ക് എന്തായാലും കൊടുക്കുന്നുണ്ട്. അത് ഒരു പെട്രോൾ ആണെങ്കിൽ ചിലപ്പോൾ ഒരു വണ്ടി, ഒരു ആവറേജ് വണ്ടി ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ പെട്രോൾ ചിലപ്പോൾ കൺസ്യൂം ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ ബാറ്ററി ആയിട്ട് നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു ആവറേജ് വണ്ടി തന്നെ ഒരു 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, 20 ലക്ഷം രൂപയൊക്കെ നമ്മൾ ബാറ്ററി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് മിക്കവാറും ചൈനയ്ക്കാണ്. കാരണം ചൈനയാണ് ഏറ്റവും വലിയ ബാറ്ററി സപ്ലയർ എന്നുള്ളത്. പെട്രോളായിട്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ അറബി രാജ്യങ്ങളെ സഹായിക്കണം. പക്ഷേ ബാറ്ററി വാങ്ങുമ്പോൾ നമ്മൾ ചൈനയ്ക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. ഈ ഒരു കാര്യത്തിനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.